എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി കോഴ്സുകളിലേക്കുള്ള പ്രവേശനവുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട സംശയമാണ് എപ്പോഴാണ് ഇതിൻ്റെ അഡ്മിഷൻ ആരംഭിക്കുന്നത്, എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത്, അപേക്ഷ ഓൺലൈനായിട്ടാണോ എങ്ങനെയാണ് എന്നുള്ളതും അതുപോലെ എന്താണ് യോഗ്യത എന്നുള്ളതും വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട സംശയമാണ്. അപ്പോൾ ഈ വർഷത്തെ ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി കോഴ്സുകളിലേക്കുള്ള പ്രവേശന നടപടികൾ ഉടൻ തന്നെ ആരംഭിക്കുന്നതായിരിക്കും. BSc നഴ്സിംഗ് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ അഡ്മിഷൻ നേടാൻ ആഗ്രഹിക്കുന്ന കോഴ്സാണ് ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി എന്ന 3 വർഷത്തെ ഡിപ്ലോമ കോഴ്സുകൾ. അപ്പോൾ കേരളത്തിലെ വിവിധ ഗവൺമെൻറ് ജോബുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ട് ഈ ഒരു GNM കോഴ്സ് തന്നെ ധാരാളമാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് BSc നഴ്സിംഗിൻ്റെ അതേ എലിജിബിലിറ്റി ലഭിക്കുന്നതിനായിട്ട് വിദ്യാർത്ഥികൾക്ക് പോസ്റ്റ് ബേസിക് നഴ്സിംഗ് എന്നുള്ളൊരു കോഴ്സ് 2 വർഷത്തെ കോഴ്സ് നടത്തുന്നുണ്ട്. അത് വിവിധ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ആ ഒരു പോസ്റ്റ് ബേസിക് നഴ്സിംഗ് കോഴ്സ് BSc നഴ്സിംഗ് കോഴ്സുകൾ നടത്തുന്നുണ്ട്. അപ്പോൾ ആ ഒരു കോഴ്സ് കൂടി കംപ്ലീറ്റ് ചെയ്യുന്ന പക്ഷം, അതായത് ഈ ഒരു 3 വർഷത്തെ ഈ ഒരു കോഴ്സും അതിനുശേഷം ആ ഒരു 2 വർഷത്തെ കോഴ്സും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് BSc നഴ്സിംഗിന് ഈക്വൽ ആയിട്ടുള്ള യോഗ്യതയായിരിക്കും നിങ്ങൾ ഈ ഒരു GNM അതുപോലെ പോസ്റ്റ് ബേസിക് നഴ്സിംഗ് ചെയ്തൊരു വിദ്യാർത്ഥിക്ക് ലഭിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളിൽ പലരും ഈ ഒരു GNM കോഴ്സ് പഠിക്കാനായിട്ട് താല്പര്യപ്പെടാറുണ്ട്. അപ്പോൾ കേരളത്തിലെ വിവിധ ഗവൺമെൻറ് GNM അതായത് ജനറൽ നഴ്സിംഗ് കോളേജുകളിലേക്ക് ഉള്ള പ്രവേശന നടപടികൾ നേരിട്ടാണ്, അതായത് ഗവൺമെൻറ് ആയാലും സെൽഫ് ഫിനാൻസ് കോളേജുകളായാലും നേരിട്ടാണ് അഡ്മിഷൻ. നിങ്ങൾ അതത് നഴ്സിംഗ് കോളേജുകളിൽ നിങ്ങളുടെ ആ ഒരു അപേക്ഷ എത്തിക്കുകയും ആ ഒരു അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുകയും അതുപോലെ തന്നെ അതത് നഴ്സിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ അവരുടെ ആ ഒരു സ്വന്തം നിലക്ക് തന്നെയാണ് ആ ഒരു റാങ്ക് പട്ടിക തയ്യാറാക്കുകയും അതുവഴി അഡ്മിഷൻ നടത്തുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി കോഴ്സുകളിലേക്കുള്ള പ്രവേശനം ഓൺലൈനായിട്ടല്ല ഓഫ്ലൈനായിട്ടാണ് നടത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള ഏതെങ്കിലും ഗവൺമെൻറ് ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി കോഴ്സ് നഴ്സിംഗ് സ്ഥാപനങ്ങൾ ഉണ്ടെങ്കിൽ ആ ഒരു സ്ഥാപനങ്ങളിലേക്ക് നേരിട്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് സെൽഫ് ഫിനാൻസ് നഴ്സിംഗ് കോളേജ്, അതായത് ഗവൺമെൻറ് നഴ്സിംഗ് ഈ ഒരു ജനറൽ നഴ്സിംഗ് കോളേജുകളിൽ ഏകദേശം ടോട്ടൽ 365 സീറ്റുകളാണുള്ളത്. അതിൽ 20% സീറ്റുകൾ ഈ ഒരു ആൺകുട്ടികൾക്ക് റിസർവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആൺകുട്ടികൾക്ക് റിസർവ് ചെയ്തതിൽ ആൺകുട്ടികൾ ഈ ഒരു അപേക്ഷാർത്ഥികളായിട്ട് ഇല്ല എങ്കിൽ അത് പെൺകുട്ടികൾക്ക് നൽകുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ യോഗ്യതയായിട്ട് പറയുന്നത് ഈ ഒരു ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നിവയാണ്. അപ്പോൾ ഈ ഒരു കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി എന്നിവയിൽ ആണ് ഈ ഒരു യോഗ്യതയായിട്ട് പറഞ്ഞിട്ടുള്ളത്. സാധാരണഗതിയിൽ ഈ ഒരു ഫുൾ മാർക്ക്, അതായത് ഫുൾ ഇൻഡെക്സ് മാർക്കുള്ള വിദ്യാർത്ഥികൾ ആണ് ഈ ഒരു അപേക്ഷ സമർപ്പിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു ഗവൺമെൻറ് നഴ്സിംഗ് കോളേജുകളിൽ ഈ ഒരു ബയോളജി പഠിച്ച വിദ്യാർത്ഥികൾക്ക് മാത്രമേ, അതായത് ബയോളജി പഠിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് അഡ്മിഷൻ ലഭിക്കാനുള്ള സാധ്യത ഉള്ളത്. മറ്റ് കോഴ്സുകൾ പഠിച്ചവർക്ക് ഗവൺമെൻറ് നഴ്സിംഗ് കോളേജുകളിൽ അഡ്മിഷൻ ലഭിക്കാനുള്ള സാധ്യത വളരെയധികം കുറവാണ്. അതേസമയം നിങ്ങൾക്ക് സെൽഫ് ഫിനാൻസ് കോളേജുകളിൽ നിങ്ങൾക്ക് ഏത് കോഴ്സ് കോമ്പിനേഷൻ ചെയ്ത വിദ്യാർത്ഥികളായാലും, അതായത് കൊമേഴ്സ് ആയാലും ഹ്യൂമാനിറ്റീസ് ആയിരുന്നാലും ആ ഒരു വിദ്യാർത്ഥികൾക്ക് സെൽഫ് ഫിനാൻസ് ഈ ഒരു ജനറൽ നഴ്സിംഗ് കോഴ്സ് പഠിപ്പിക്കുന്ന ആ ഒരു സെൽഫ് ഫിനാൻസ് കോളേജുകളിൽ അഡ്മിഷൻ നേടാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു കോളേജുകളിലും വിദ്യാർത്ഥികൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നേരിട്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപ്പോൾ നിങ്ങളുടെ നാട്ടിലോ അല്ലെങ്കിൽ നാട്ടിനടുത്ത് എവിടെയെങ്കിലും ഈ ഒരു ജനറൽ നഴ്സിംഗ് പഠിപ്പിക്കുന്ന സെൽഫ് ഫിനാൻസ് കോളേജുകൾ ഉണ്ടെങ്കിൽ, സെൽഫ് ഫിനാൻസ് നഴ്സിംഗ് കോളേജുകൾ ഉണ്ടെങ്കിൽ ആ ഒരു കോളേജുകളിൽ നിങ്ങൾക്ക് അപേക്ഷ നൽകിക്കൊണ്ട് അവരുടെ ആ ഒരു അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ പങ്കെടുത്തുകൊണ്ട് നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ നേടാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഗവൺമെൻറ് കോളേജുകളിലാണ് അലോട്ട്മെൻറ്റ് ലഭിക്കുന്നത് എങ്കിൽ വിദ്യാർത്ഥികൾക്ക് ആകെ വരുന്ന ഫീസ്, അഡ്മിഷൻ ഫീസ് 500 രൂപയും അതുപോലെ മാസാമാസം 700 രൂപ സ്റ്റൈപ്പൻഡായിട്ടും ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ സെൽഫ് ഫിനാൻസ് കോളേജുകൾ ആണെങ്കിൽ അതിനനുസരിച്ച് ഫീസ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ അതൊക്കെ കറക്റ്റായിട്ട് ഈ ഒരു അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാനായിട്ട് അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് അതൊക്കെ അന്വേഷിക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇത്രയുമാണ് ഈ ഒരു ജനറൽ നഴ്സിംഗിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഈ ജനറൽ നഴ്സിംഗിൻ്റെ പ്രവേശന നടപടികൾ ഉടൻ തന്നെ ആരംഭിക്കും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അപ്ഡേറ്റ് ലഭിക്കുകയാണെങ്കിൽ നിങ്ങളെ അറിയിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ഗവൺമെൻറ് ജനറൽ നഴ്സിംഗ് കോളേജുകളിലായാലും അല്ലെങ്കിൽ സെൽഫ് ഫിനാൻസ് ജനറൽ നഴ്സിംഗ് കോളേജുകൾ ആയാലും നിങ്ങൾ അപേക്ഷ സമർപ്പിക്കേണ്ടത് ആ ഒരു കോളേജിൽ നേരിട്ട് പോയിട്ട് ഓഫ്ലൈനായിട്ടുള്ള അപേക്ഷയാണ്. ഓൺലൈനായിട്ട് ഇതിൽ അപേക്ഷയില്ല. അതുപോലെ തന്നെ
ഇത് ഓഫ്ലൈൻ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു റാങ്ക് ലിസ്റ്റുകളും അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് പ്രോസസ്സ് നടത്തുന്നത് സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസുകളൊക്കെ നിങ്ങൾ അതത് കോളേജുകളുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഏതൊരു വിദ്യാർത്ഥിക്കും, അതായത് ഏത് കോമ്പിനേഷൻ പഠിച്ചൊരു വിദ്യാർത്ഥിക്കും ജനറൽ നഴ്സിംഗിന് അപ്ലൈ ചെയ്യാം. ഗവൺമെൻറ് കോളേജുകൾ ആണെങ്കിൽ ബയോളജി സയൻസ് പഠിച്ച വിദ്യാർത്ഥികൾക്ക് മാത്രമേ കിട്ടാൻ സാധ്യതയുള്ളൂ. കാരണം അപേക്ഷാർത്ഥികൾ തന്നെ കുറേ വിദ്യാർത്ഥികൾ സയൻസ് പഠിച്ച വിദ്യാർത്ഥികളായിരിക്കും. അതുകൊണ്ട് തന്നെ മറ്റ് കോമ്പിനേഷനുകളിൽ ഉള്ള വിദ്യാർത്ഥികൾക്ക് അവിടെ അലോട്ട്മെൻറ്റ് കിട്ടാനുള്ള സാധ്യത അതായത് അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യത വളരെയധികം കുറവാണ്. അപ്പോൾ സെൽഫ് ഫിനാൻസ് കോളേജുകളിൽ ആണെങ്കിൽ നിങ്ങൾ ഏത് കോഴ്സ് പഠിച്ചതായാലും, അതായത് കൊമേഴ്സ് ആയാലും ഹ്യൂമാനിറ്റീസ് ആയാലും സയൻസ് ആയിരുന്നാലും നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ അഡ്മിഷനായിട്ട് ശ്രദ്ധിക്കേണ്ടത് അതായത് സെൽഫ് ഫിനാൻസ് കോളേജുകളിൽ നിങ്ങളുടെ വീടിനടുത്തുള്ള സെൽഫ് ഫിനാൻസ് കോളേജുകളിൽ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു അഡ്മിഷൻ പ്രോസസ്സ് സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസുകൾ നിങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു അഡ്മിഷൻ പ്രോസസ്സിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുമോ എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ കേരളത്തിന് പുറത്തും ജനറൽ നഴ്സിംഗ് പഠിപ്പിക്കുന്ന വിവിധ സ്ഥാപനങ്ങൾ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു രീതിയിലും വേണമെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾ കേരളത്തിന് പുറത്ത് പഠിക്കാനായിട്ട് പോകുന്ന സമയത്ത് അത് അംഗീകാരമുള്ള സ്ഥാപനമാണോ എന്നുള്ള കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.